സോ നമ്മളിനി സെക്കൻഡ് മൊഡ്യൂളാണ് നോക്കാൻ പോകുന്നത്. സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് ഹൈഡ്രോ ജിയോളജി ആണ്. ഓക്കെ, സോ ഹൈഡ്രോ ജിയോളജിയെ പറ്റി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സ്റ്റഡി ഓഫ് വാട്ടർ ബോഡീസ് അഥവാ വാട്ടർ, സർഫസിലുള്ള വാട്ടറും അണ്ടർഗ്രൗണ്ട് വാട്ടറും രണ്ടിലുള്ള വാട്ടറിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് ഹൈഡ്രോ ജിയോളജി. സോ നമ്മൾ മൊഡ്യൂൾ 2 പഠിക്കുന്നത് ഹൈഡ്രോ ജിയോളജി ആണ്. ഈ തന്നിരിക്കുന്നത് ജസ്റ്റ് ഹൈഡ്രോ ജിയോളജിയുടെ ഒരു ജസ്റ്റ് ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പോലെയാണ്. നമ്മൾ അതിപ്പോൾ നോക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ അങ്ങോട്ട് ഇത് തന്നെയായിരിക്കും പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മളിവിടെ നോക്കേണ്ടത് ഒക്കറൻസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ. സോ ഈ ഹൈഡ്രോ ജിയോളജിയിലും മൊഡ്യൂൾ 2 നമ്മൾ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത് ഗ്രൗണ്ട് വാട്ടറിനെ പറ്റിയാണ്. സോ ഗ്രൗണ്ട് വാട്ടർ തന്നെ 3 രീതിയിലാണ് ഗ്രൗണ്ട് വാട്ടേഴ്സ് ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മീറ്റിയോറിക് വാട്ടർ ആണ്. വാട്ട് ഈസ് മീറ്റിയോറിക് വാട്ടർ? നമുക്ക് മഴ പെയ്ത് കിട്ടുന്ന ഗ്രൗണ്ട് വാട്ടറിനെയാണ് മീറ്റിയോറിക് വാട്ടർ. മേ ബി യൂസേജ് ഞാൻ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു തരാം. എന്ന് പറഞ്ഞാൽ ആ ഗ്രൗണ്ട് വാട്ടറിന്റെ സോഴ്സ് എന്ന് പറയുന്നത് മഴയാണ്. മഴ പെയ്തിട്ട് അഥവാ എന്തെങ്കിലും ഡിഫറെന്റ് ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ വഴി നമ്മുടെ വെള്ളം ഭൂമിയിലേക്ക് എത്തുമ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് അണ്ടർ ദി ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി ദിസ് വാട്ടർ വിൽ പെർക്കുലേറ്റ് ഡൗൺ ആൻഡ് ഫൈനലി റീച്ച് ദി വാട്ടർ ടേബിൾ. സോ അങ്ങനെ സോഴ്സ് എന്ന് പറയുന്നത് പ്രസിപ്പിറ്റേഷൻ വഴിയാണ് ഈ ഗ്രൗണ്ട് വാട്ടർ റീപ്ലനിഷ് ആവുന്നത് എങ്കിൽ അതിനെ മീറ്റിയോറിക് വാട്ടർ എന്ന് പറയും. സോ ഇതൊരു റിലയബിൾ സോഴ്സ് ഓഫ് വാട്ടർ ആണ്. കാരണം നമുക്ക് മഴ തീരെ ഇല്ലാണ്ട് വരുന്നൊരവസ്ഥ അങ്ങനെ ഇല്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ നമുക്കതൊരു ഓൾമോസ്റ്റ് റിലയബിൾ സോഴ്സ് ഓഫ് വാട്ടർ ആണെന്ന് നമുക്ക് പറയാം. സോ മീറ്റിയോറിക് വാട്ടർ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? മെയിൻ ആയിട്ടും അത് പ്രസിപ്പിറ്റേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡ്യൂറേഷൻ ഓഫ് റെയിൻ. അത് മാത്രമാണോ? ഞാൻ പറഞ്ഞല്ലോ, മഴ എർത്തിലേക്ക് വീഴുന്നു, എർത്തിൽ നിന്ന് ഈ വാട്ടർ എർത്തിന്റെ സർഫസിൽ നിന്ന് ഈ വാട്ടർ സോയിലിലൂടെ പെർക്കുലേറ്റ് ചെയ്താണ് താഴേക്ക് വരുന്നത്. സോ എത്രമാത്രം പെർക്കുലേറ്റ് ചെയ്യുന്നു എന്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ആ സോയിലിന്റെ പൊറോസിറ്റിനെയും നേച്ചർ ഓഫ് ഗ്രൗണ്ട് ഡ്യൂറിങ് റെയിൻ, ഇത് രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇഫ് ദ സോയിൽ ഈസ് ഹൈലി പെർമിയബിൾ എങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് ദി പ്രസിപ്പിറ്റേഷൻ വിൽ റീച്ച് ദി ഗ്രൗണ്ട് വാട്ടർ. ഓക്കെ, സോ പൊറോസിറ്റി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇറ്റ് ഈസ് ആക്ച്വലി ദി എത്രമാത്രം പോറസ് ആണ് അഥവാ എത്ര വോയിഡ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ വോയിഡ്സ് ഒക്കെ ഒത്തിരി കൂടുതലാണെങ്കിൽ മീറ്റിയോറിക് വാട്ടറിന്റെ കണ്ടന്റും കൂടുതലായിരിക്കും. The process of infiltration starts immediately after a rainfall, and this infiltrating water continues its downward journey to the zone of saturation to become a part of the groundwater in aquifers. Okay, so aquifers എന്താണ്, സോൺ ഓഫ് സാച്ചുറേഷൻ എന്താണെന്ന് നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവുന്നത് നമ്മൾ ഈ മൊഡ്യൂളിൽ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും. സോ ജസ്റ്റ് ഇത്രയും ഓർത്ത് വയ്ക്കുക, മീറ്റിയോറിക് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദി വാട്ടർ ഡിറൈവ്ഡ് ഫ്രം precipitation ആണ്. Okay, hence the quantity of water depends upon the duration of rain, porosity as well as nature of the ground during rainfall. സെക്കൻഡ് വരുന്നത് കോണ്ടേറ്റ് വാട്ടർ എന്ന് പറയും. ഇത് ആക്ച്വലി എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ പോർസിന്റെ ഇടയ്ക്ക് സെഡിമെന്ററി റോക്സിന്റെ ലെയേഴ്സിന്റെ ഇടയ്ക്ക് ട്രാപ്പ് ചെയ്യപ്പെടുന്ന വാട്ടറിനെയാണ് നമ്മൾ കോണ്ടേറ്റ് വാട്ടർ എന്ന് പറയുന്നത്. നമുക്കറിയാം സെഡിമെന്റേഷൻ റോക്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മുടെ വെതറിങ്ങിന്റെ എൻഡ് പ്രോഡക്റ്റ് ആയ സെഡിമെന്റ്സ് വർഷങ്ങളോളം സെറ്റിലായിട്ടാണ് സെഡിമെന്റേഷൻ റോക്ക് ഉണ്ടാവുന്നത്. സോ ആ പ്രോസസ് ഓഫ് റോക്ക് ഫോർമേഷനെയാണ് നമ്മൾ ലിത്തിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ആ ലിത്തിഫിക്കേഷന്റെ സമയത്ത് ചില വാട്ടർ എന്ത് ചെയ്യും? സെഡിമെന്ററി റോക്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദി എക്സ്റ്റെൻഡ് ലെയേഴ്സ് ആണ്. സോ ഈ ലിത്തിഫിക്കേഷൻ പ്രോസസ്സിന്റെ ഇടയിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ചില വാട്ടർ ട്രാപ്ഡ് ആയി പോകും. ഓക്കെ, സോ ലിത്തിഫിക്കേഷൻ പ്രോസസ്സ് എക്സീഡ് ചെയ്യുന്നതോറും എന്താ സംഭവിക്കുക? ബോട്ടം ലെയേഴ്സിൽ അപ്ലൈ ചെയ്യുന്ന കംപ്രസീവ് ഫോഴ്സ് കൂടിക്കൊണ്ടേയിരിക്കും. സോ ആ കംപ്രസീവ് ഫോഴ്സ് ഒത്തിരി കൂടുമ്പോൾ ഈ ഇടയിൽ ട്രാപ്ഡ് ആയ വെള്ളം സ്ക്വീസ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് വരും. ഓക്കെ, അതിനെയാണ് ഈ കോണ്ടേറ്റ് വാട്ടർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ആക്ച്വലി ദി water that were trapped in the pores of sedimentary rocks as they were deposited. Okay, see, when the sedimentary rocks form in lake, sea or river, deposition is followed by compaction.
Okay, sedimentary rocks in a deposition followed by compaction നടക്കുന്ന സമയത്ത് what happens is this water will squeeze out. Okay, അതിനെയാണ് നമ്മൾ connate water എന്ന് പറയുന്നത്. Now moving on to juvenile water അഥവാ magmatic water. ഈ പേര് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി കൂടുതലായിട്ടും. അത് നമുക്ക് ഡെഫിനിഷൻ എഴുതിയെടുക്കാൻ പറ്റും. magmatic water, magma, സംതിങ് റിലേറ്റഡ് ടു മാഗ്മയാണ് പറയുന്നത്. നമുക്കറിയാം എർത്തിന്റെ ഏറ്റവും അകത്തേക്ക് പോകുമ്പം ഹോട്ട് മോൾട്ടൻ മാഗ്മയാണ് അവിടെ ഉള്ളത്. ഓക്കെ, ആ ഹോട്ട് മോൾട്ടൻ മാഗ്മ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈ സ്റ്റീം മേളിലേക്ക് വന്ന് ഒരു പർട്ടിക്കുലർ ഡെപ്തിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ കണ്ടൻസേഷൻ നടന്നിട്ട് ഇത് വാട്ടറായി മാറും. ഓക്കെ, ആൻഡ് ഈ വാട്ടർ എന്താ സംഭവിക്കുക, പോഴ്സിലൊക്കെ കയറി നിറഞ്ഞിരിക്കും. ഓക്കെ, ഈ വാട്ടർ എങ്ങനെയാണ് പുറത്ത് വരുന്നതെന്ന് ചോദിച്ചാൽ വോൾക്കാനിക് ഇറപ്ഷൻ നടക്കുമ്പോഴാണ് കൂടുതലായിട്ടും ഈ പോഴ്സിൽ കയറി അടഞ്ഞിരിക്കുന്ന വെള്ളം പുറത്തേക്ക് വരുന്നത്. സി, സോ മാഗ്മാറ്റിക് വാട്ടറിന്റെ മെയിൻ സോഴ്സ് എന്താണ്? ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം മാഗ്മയാണ്. ഹോട്ട് മോൾട്ടൻ മാഗ്മാസ് എക്സിസ്റ്റിംഗ് ബിലോ ദി എർത്ത് സർഫസ് ഓക്കെ റിലീസസ് സ്റ്റീം ആണ്. And it condenses to form water which occupy the pores of the rock, and this water is known as magmatic water and it is released into the atmosphere during a volcanic eruption. Volcanic eruption മാത്രമല്ല ഹോട്ട് സ്പ്രിങ്സും ഗെയ്സർ വഴിയും ഈ മാഗ്മാറ്റിക് വാട്ടർ പുറത്തേക്ക് വരാറുണ്ട്. ഇതിൽ ഹോട്ട് സ്പ്രിങ്സ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഗെയ്സർ എന്ന് പറഞ്ഞ ഒന്നുമില്ല, എർത്ത് സർഫസിന്റെ അവിടെ നമ്മൾ വീട്ടില് വെന്റ് വെക്കാറില്ലേ, അടുക്കളയിലൊക്കെ എക്സോസ്റ്റ് ഫാനും വെന്റ് ഒക്കെ വെക്കാറില്ലേ അകത്തെ എയർ പുറത്തേക്ക് പോകാൻ വേണ്ടി, അതുപോലെ എർത്തിന്റെ സർഫസിൽ നാച്ചുറൽ വെന്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഗെയ്സർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ വെന്റ് വഴി പീരിയോഡിക്കലി എന്താ സംഭവിക്കാന്ന് പറഞ്ഞാല് ഈ മാഗ്മാറ്റിക് വാട്ടർ പുറത്തേക്ക് വരും ഇൻ ദ ഫോം ഓഫ് ഹോട്ട് വാട്ടർ ആൻഡ് സ്റ്റീം. ഇത് പുറത്തേക്ക് വരും. സോ ഇത്രയാണ് മെയിൻ ആയിട്ട് 3 ഫോംസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ. ഹൈഡ്രോളജിക്കൽ സൈക്കിളിനെ പറ്റി പ്രത്യേകിച്ച് ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിനോട് ഒത്തിരി എന്താ പറയേണ്ടത്, നമ്മൾ എലാബറേറ്റിന്റെ കാര്യമില്ല. നമ്മൾ കുഞ്ഞു ക്ലാസ് തൊട്ടേ പഠിക്കുന്ന സാധനമാണ് ഈ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്. എന്താണ്? വാട്ടർ ബോഡീസിൽ നിന്ന് ഡിഫറെന്റ് കോസസ് കാരണം വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് മേളിലേക്ക് പോകുന്നു. അറ്റ്മോസ്ഫിയറിൽ എത്തിയതിനു ശേഷം അഡിയാബാറ്റിക് കണ്ടൻസേഷൻ വഴി ക്ലൗഡ്സ് ഫോം ചെയ്യുന്നു. ആൻഡ് ഈ ക്ലൗഡ്സ് ഫോം ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം ആവുമ്പോൾ എന്താ സംഭവിക്കുക? പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവുന്നു. ഈ പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി മഴ മാത്രമല്ല, എന്താണ്, കണ്ടൻസ് ചെയ്ത വാട്ടർ മഴയായിട്ടോ സ്നോ ആയിട്ടോ ഹെയിലായിട്ടോ ഐസ് ആയിട്ടോ ഒക്കെ ഗ്രൗണ്ട് സർഫസിലേക്ക് തിരിച്ചെത്തുന്നു. ഓക്കെ, ഈ തിരിച്ചെത്തുന്ന വാട്ടർ ചിലത് ഡയറക്റ്റ് ആയിട്ട് വാട്ടർ ബോഡീസിൽ പോയി ചേരുന്നു. ചില വെള്ളം തിരിച്ച് ഇവാപ്പറേറ്റ് ചെയ്ത് മേളിലേക്ക് തന്നെ പോകുന്നു. ചില വെള്ളം എന്താണ് ഗ്രൗണ്ട് വാട്ടറിൽ കൂടി ഗ്രൗണ്ടിൽ കൂടി ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഗ്രൗണ്ട് വാട്ടറിലേക്ക് എത്തുന്നു. അതാണ് ഈ പാഠത്തിൽ മൊത്തമായിട്ട് കാണിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഹൈഡ്രോ ജിയോളജിനെ പറ്റിയും വെള്ളത്തിനെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈഡ്രോളജിക്കൽ സൈക്കിളാണ്. ഹൈഡ്രോളജിക്കൽ സൈക്കിളിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ എർത്ത് ഉണ്ടായപ്പോൾ തൊട്ട് ഇന്ന് വരെ എത്ര എമൗണ്ട് ഓഫ് വെള്ളം ഉണ്ടോ അത്രയും എമൗണ്ട് ഓഫ് വെള്ളം അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിൽ വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹൈഡ്രോളജിക്കൽ സൈക്കിളിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ടു കീപ് ദി എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ഇക്വിലിബ്രിയം ആണ് നമ്മൾ ഈ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിന്റെ കുറച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സെന്റൻസ് ആയിട്ട് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ഞാൻ അടുത്ത പോർഷനിലേക്ക് പോവാണ്, സോണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സബ് സർഫസ് വാട്ടർ. ഓക്കെ, സോ സബ് സർഫസ് വാട്ടറിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ ഡെപ്ത് അഥവാ സോൺ. ഒന്നിനെ വാഡോസ് വാട്ടർ, പിന്നെ ഗ്രൗണ്ട് വാട്ടർ അഥവാ ഫ്രീറ്റിക് വാട്ടർ എന്ന് പറയും. ഓക്കെ, വാഡോസ് വാട്ടറും ഗ്രൗണ്ട് വാട്ടറും ഇവിടുത്തെ പടത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വാഡോസ് വാട്ടർ എന്ന് പറഞ്ഞാൽ അഥവാ വാഡോസ് സോൺ എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെയറും ഗ്രൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ താഴെയുള്ള ലെയറുമാണ്. നമുക്ക് വാഡോസ് വാട്ടർ അഥവാ വാഡോസ് സോൺ എന്താന്ന് നോക്കാം. സോ വാഡോസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഷാലോ എന്നാണ്. സോ ഈ വാഡോസ് സോൺ ആക്ച്വലി ഒരു ഷാലോ സോൺ ആണ്. ആൻഡ് ദിസ് സോൺ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദി
top layer of the land surface and it exists between the land surface and the top layer of ഗ്രൗണ്ട് വാട്ടർ. ഗ്രൗണ്ട് വാട്ടറിന്റെ ടോപ്പ് ലെയർ തൊട്ട് ലാൻഡ് സർഫസ് വരെയുള്ള ഡെപ്തിനെയാണ് നമ്മൾ വാൻഡോസ് സോൺ എന്ന് പറയുന്നത്. നമ്മൾ ഇതിന് മെയിൻ ആയിട്ട് ഓർക്കേണ്ടത് വാൻഡോസ് സോൺ എന്ന് പറയുന്നത് ഒരു അൺസാച്ചുറേറ്റഡ് സോൺ ആണ്. എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഈ ഒരു PDF-ന് എഡിറ്റിംഗ് ഡിസേബിൾ ആക്കി ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റാത്തത്. സോറി ഫോർ ഇൻകൺവീനിയൻസ്. ഞാൻ അതുകൊണ്ട് കേഴ്സർ കൂടെ മൂവ് ചെയ്യുന്നുണ്ട്. ഐ ഹോപ്പ് യു ക്യാൻ സീ ഇറ്റ്. ഓക്കെ, സോ അൺസാച്ചുറേറ്റഡ് സോൺ ആണ് നമ്മളെ വാഡോസ് സോൺ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ദ പാർട്ട് ഓഫ് എർത്ത് ബിറ്റ്വീൻ ദ ലാൻഡ് സർഫസ് ആൻഡ് ദ ടോപ്പ് സർഫസ് ഓഫ് ദി ഫ്രീറ്റിക് സോൺ. ഫ്രീറ്റിക് സോൺ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ തന്നെയാണ്. ഓക്കെ, ഇനി ഈ ഫ്രീറ്റിക് സോൺ എന്താന്ന് നമുക്കൊരു ഡൗട്ട് കാണാം, എന്താണ് ഈ ഫ്രീറ്റിക് എന്ന് പറയുന്നത്. ഞാൻ അതിലേക്ക് എത്താം. സോ അതിനു മുന്നേ ഞാൻ ഈ വാഡോ സോൺ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. സോ ഈ വാഡോ സോൺ എക്സ്റ്റെൻഡ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഗ്രൗണ്ട് സർഫസ് ടു ദി വാട്ടർ ടേബിൾ ആണ്. ആൻഡ് വാഡോ സോണിൽ വെള്ളം എപ്പോഴും അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും ലോവർ പ്രഷറിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, and it is retained by the combination of adhesion as well as capillary action. So ഈ അറ്റ്മോസ്ഫിയറിനേക്കാളും ലോവർ പ്രഷറിലാണ് ഈ വാഡോസ് വാട്ടർ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതും എങ്ങനെയാണ്? അഡെഷനും കാപ്പിലറി ആക്ഷന്റെയും രണ്ടിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ വഴിയാണ് ഈ വാഡോ സോണിൽ വാട്ടർ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ വാഡോ സോൺ നിങ്ങൾ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്, ആ സോൺ എന്ന് പറയുന്നത് ലാൻഡ് തൊട്ട് ഗ്രൗണ്ട് വാട്ടറിന്റെ ടോപ്പ് വരെ ഉള്ളതാണ്. അൺസാച്ചുറേറ്റഡ് സോൺ ആണ്. വെള്ളം അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കുറഞ്ഞ പ്രഷറിലാണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് വാട്ടർ ഈസ് ഹെൽഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് അഡെഷൻ ആൻഡ് കാപ്പിലറേഷൻ. അഡെഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെന്റ് മെറ്റീരിയൽസ് തമ്മിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ അഡെഷൻ എന്ന് പറയുന്നത്. സെയിം ആണെങ്കിൽ കോഷൻ എന്ന് പറയും. ഓക്കെ, സോ അഡെഷനും കാപ്പിലറി ആക്ഷനും കാരണമാണ് വാഡോ സോണിൽ വെള്ളം എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, now moving on to വാഡോ സോൺ. വാഡോ സോണിൽ തന്നെ 3 different types of water ആണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ സോയിൽ വാട്ടർ, സെക്കൻഡ് വൺ ഇന്റർമീഡിയറ്റ് വാഡോ സോൺ ആൻഡ് തേർഡ് വൺ ഇസ് കാപ്പിലറി വാട്ടർ. ഇതില് സോയിൽ വാട്ടറിനെയും ഇന്റർമീഡിയറ്റ് വാഡോ സോണിനെയും ടുഗെദർ നമ്മൾ പറയുന്ന പേരാണ് സോൺ ഓഫ് എയറേഷൻ. ഈ പടത്തിൽ സോൺ ഓഫ് എയറേഷൻ കാണിച്ചിട്ടുണ്ട്. സോ ഇത്രയാണ് സോൺ ഓഫ് എയറേഷൻ. ഈ സോൺ ഓഫ് എയറേഷനിൽ എന്തൊക്കെയാണുള്ളത്? സോയിൽ വാട്ടറും ഇന്റർമീഡിയറ്റ് വാഡോ സോണും ആണ് ഉള്ളത്. സോയിൽ വാട്ടർ എന്താന്ന് വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സോയിൽ പ്രൊഫൈലിലെ ടോപ്പ് ലെയർ ഓഫ് സോയിൽ, അതാണ് നമ്മളെ വെജിറ്റേഷനെ സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ട്രീന്റെ അല്ലെങ്കിൽ ഒരു പ്ലാന്റിന്റെ റൂട്ട് സോണിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വാട്ടറിനെയാണ് നമ്മൾ സോയിൽ വാട്ടർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഫോംസ് എ തിൻ ലെയർ കൺഫൈൻഡ് നിയർ ടു ദ സർഫസ് ഓഫ് ദ ലാൻഡ് ആണ്. സോ സോയിൽ വാട്ടറിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഒരു 1 to 9 meters വരെയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഹെൽഡ് അപ്പ് ബൈ ദ റൂട്ട് സോൺ ഓഫ് വെജിറ്റേഷൻ. ഈ ഡെപ്ത് നിങ്ങൾ ഓർത്ത് വെക്കുക. സോയിൽ വാട്ടറിന്റെ 1 to 9 meters പോകുന്നത്. And this water is very important because it supports the growth of vegetation. And soil water is easily lost into the atmosphere through evaporation അഥവാ transpiration. Because ഏറ്റവും മേളിൽ കിടക്കുന്ന ലെയർ അല്ലേ സോയിൽ വാട്ടർ. സോ അതാണ് അറ്റ്മോസ്ഫിയറിന് എക്സ്പോസ്ഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പിറേഷൻ വഴിയും ഇവാപറേഷൻ വഴിയും പെട്ടെന്ന് തന്നെ നമുക്ക് സോയിൽ വാട്ടർ ലൂസ് ചെയ്യും. ഇനി സോൺ ഓഫ് എയറേഷനിൽ വരുന്ന അടുത്ത വാട്ടർ ആണ് ഇന്റർമീഡിയറ്റ് വാഡോ സോൺ എന്ന് പറയും. ഓക്കെ, ഇത് സോയിൽ വാട്ടറിന്റെ ഇമ്മീഡിയറ്റ്ലി താഴെ ഒക്കർ ചെയ്യുന്നതാണ്. ഈ ഇന്റർമീഡിയറ്റ് വാഡോ സോണ് എപ്പോഴും ഉണ്ടാവണം എന്നില്ല. ഓക്കെ, ആൻഡ് ഞാൻ ഉണ്ടാവണം എന്നില്ല ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാല്, എപ്പോഴും നമ്മളൊരു വാഡോസ് സോൺ എടുക്കുമ്പോൾ അതിൽ സോയിൽ വാട്ടറും കാപ്പിലറി വാട്ടറും എന്തായാലും ഒരു 90% കാണും. പക്ഷെ ഇന്റർമീഡിയറ്റ് വാഡോ സോൺ അവിടെ ഉണ്ടാവണം എന്നില്ല. ചിലയിടത്ത് കാണും, ചിലയിടത്ത് കാണില്ല. അത് ഓരോ ഡെപ്ത് അനുസരിച്ചും ആ ഗ്രൗണ്ടിന്റെ നേച്ചർ അനുസരിച്ചും ഒക്കെ ഇരിക്കും. Now, water in this zone is moving downward under the influence of gravity. So, soil water അല്ല, നമ്മൾ കൂടുതലും soil water, ചില soil water ഈ റൂട്ട്, ചില soil water പ്ലാന്റ്സ് റൂട്ട്സ് വഴി എടുക്കും അവരുടെ ഫോട്ടോസിന്തസിസിന് വേണ്ടി.
ചില വെള്ളം ഇവാപറേഷൻ വരെ ലോസ്റ്റ് ആയിപ്പോകും. ഇതിലൊന്നും പെടാത്ത കുറച്ച് വാട്ടർ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് വാഡോ സോണിലേക്ക് എത്തും. ഓക്കെ, അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളം താഴേക്കായിരിക്കും മൂവ് ചെയ്യുന്നത് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. സി, ഇറ്റ് ഈസ് ജനറലി ഓഫ് സ്മോൾ തിക്നെസ് ആൻഡ് മേ ബി ആബ്സെന്റ് ഇൻ സം കേസസ് ആണ്. ഓക്കെ, പിന്നെ വരുന്നത് കാപ്പിലറി വാട്ടർ ആണ്. ഈ കാപ്പിലറി വാട്ടർ എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ തുടങ്ങില്ലേ, ആ പോർഷൻ തൊട്ട് അതിന്റെ മേളിലേക്കാണ് ഈ കാപ്പിലറി സോൺ ഉണ്ടാവുന്നത്. ഈ കാപ്പിലറി സോൺ മെയിൻലി നമ്മൾ കാണുന്നത് വളരെ ഫൈൻ സാൻഡ് അഥവാ വളരെ ചെറിയ സാൻഡ് പാർട്ടിക്കിൾസ് ഉള്ള സ്ഥലത്ത് മാത്രമേ നമ്മൾ കാപ്പിലറി വാട്ടർ കാണുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോഴ്സ് സാൻഡ് പാർട്ടിക്കിൾസ് ആണുള്ളെങ്കിൽ അവിടെ കാപ്പിലറി ആക്ഷൻ നടക്കില്ല. കാരണം കാപ്പിലറി ആക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ ട്യൂബിന്റെ സൈസ് തന്നെ പറയുന്നത് ലെസ് ദാൻ 3 mm ആണെങ്കിൽ മാത്രമേ ഈ കാപ്പിലറി ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ, ഇറ്റ് ഈസ് റൈസ് ഓർ ഫോൾ ഓഫ് വാട്ടർ ആണ്. നമ്മൾ ഇവിടെ യൂഷ്വലി വെള്ളം ആയതുകൊണ്ട് റൈസ് ഓഫ് വാട്ടർ ആണ് ഉണ്ടാവുക. ബിക്കോസ് വാട്ടർ ഇസ് എ വെറ്റിംഗ് ലിക്വിഡ് ആണ്, അതുകൊണ്ട് കാപ്പിലറി റൈസ് ആണ് ഉണ്ടാവുക. ഓക്കെ, and it is present only in soils and rocks of very fine particle size ആണ്. ഓക്കെ, കാപ്പിലറി വാട്ടർ ആണ് വാഡോ സോണിന്റെ ബോട്ടം പോർഷൻ മാർക്ക് ചെയ്യുന്നത്. സോ ഗ്രൗണ്ട് വാട്ടർ തുടങ്ങുന്ന സ്ഥലം തൊട്ട് ഈ വെരി ഫൈൻ പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ വെള്ളത്തിനെ മുകളിലോട്ട് സക്ക് ചെയ്തെടുക്കുന്നതാണ് ഈ കാപ്പിലറി സോണിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വാട്ടർ. ഓക്കെ, സോ സോയിൽ വാട്ടറിന്റെ മൂവ്മെന്റ് എന്താണ്? ഇവാപറേഷൻ വഴി പുറത്തേക്ക് പോവാ. ഇന്റർമീഡിയറ്റ് വാഡോ സോണിൽ ഡൗൺവേർഡ് താഴേക്കാണ് വെള്ളത്തിന്റെ മൂവ്മെന്റ്. കാപ്പിലറി വാട്ടർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടർ ടേബിളിന്റെ തൊട്ട് മുകളിൽ കുറച്ച് ഒരു 0.5 to 1 meter ഡെപ്തിലായിരിക്കും ഈ കാപ്പിലറി സോൺ ഉണ്ടാവുന്നത്. വെരി ഫൈൻ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ഗ്രൗണ്ട് വാട്ടറിൽ നിന്ന് കാപ്പിലറി ആക്ഷൻ വഴി കുറച്ച് വെള്ളം മേളിലേക്ക് വലിച്ചെടുക്കും. Okay, it is present above the saturated zone lying underneath. സോ ഇത്രയാണ് മെയിൻ ആയിട്ട് വാഡോസ് സോണിൽ വരുന്നത്. സി, ഇതിനെ സോൺ ഓഫ് എയറേഷൻ എന്താ പറയാ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു വാഡോസ് വാട്ടറിൽ ലൈക്ക് അൺസാച്ചുറേറ്റഡ് ആണ്. സോ പോർസിൽ കംപ്ലീറ്റ്ലി വാട്ടർ അല്ല ഫിൽ ചെയ്തിരിക്കുന്നത്. The pores are partially filled by water and partially filled with air. അതുകൊണ്ടാണ് നമ്മൾ സോൺ ഓഫ് എയറേഷൻ എന്ന് പറയുന്നത്. Now moving on to the next zone, that is the phreatic water zone. Actually ഈ വേർഡ് phreatic എന്ന് പറയുന്നത് നിങ്ങൾ മേ ബി കേട്ടിട്ടുണ്ടാവില്ല, ഹയർ അസംബ്ലിക്ക് മുമ്പ് കേൾക്കും. ഈ phreatic ലൈൻ എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ലൈൻ അറ്റ് വിച്ച് the pressure is equal to atmospheric pressure. Okay, atmospheric pressure exist ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ phreatic ലൈൻ എന്ന് പറയുന്നത്. സോ ഗ്രൗണ്ട് വാട്ടർ ടേബിളിൽ അഥവാ ഗ്രൗണ്ട് വാട്ടർ സോണിൽ വാട്ടർ എക്സിസ്റ്റ് അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ phreatic വാട്ടർ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് വാട്ടർ സോൺ ലൈസ് ബിലോ ദ കാപ്പിലറി സോൺ ആണ്. Okay, and water held in this zone is called groundwater, and the upper surface of this zone is called water table. Okay, water table ഉം ഗ്രൗണ്ട് വാട്ടറും തമ്മിൽ നിങ്ങൾ മാറിപ്പോകരുത്. ഗ്രൗണ്ട് വാട്ടറിന്റെ ടോപ്പ് ലെയറിനെയാണ് നമ്മൾ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. ആ വാട്ടർ ടേബിൾ ഇസ് ആക്ച്വലി ഫ്രീറ്റിക് ലൈൻ ആണ്. കാരണം ആ വാട്ടർ ടേബിൾ ലൈനിന്റെ അവിടെ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. In this zone, the layers of rock which are porous and permeable have their open spaces completely filled with groundwater ആയിരിക്കും. So water table താഴോട്ട് നമ്മൾ saturated zone എന്നായിരിക്കും പറയാം. കാരണം the entire pores are filled with water. And the predominant movement in the zone is lateral flow ആയിരിക്കും. Okay, so downward flow അല്ല, പകരം ഒരു lateral flow ആയിരിക്കും. Horizontally ആയിരിക്കും വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. സോ ഇത്രയും നിങ്ങൾ ഓർത്ത് വെക്കുക. സോ ഇതിൽ ആ പടം ഇമ്പോർട്ടൻ്റ് ആണ്. ആ പടം വരച്ചിട്ട് ഇവിടെ ആ മൂവ്മെന്റ് കാണിച്ചിട്ടുണ്ട്, കണ്ടോ? ഗ്രൗണ്ട് വാട്ടറിൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് ലാറ്ററൽ മൂവ്മെന്റ് ആണ്. ഓക്കെ, സോയിൽ വാട്ടർ കണ്ടോ ഇവാപറേഷൻ വഴി മുകളിലേക്ക് പോകുന്നത്. ഈ താഴെ ആരോ കൊടുത്തിരിക്കുന്നത് വാഡോ സോണിന്റെ വാട്ടർ ആണ്. മേളിലേക്ക് കൊടുത്തിരിക്കുന്ന ആരോ എന്ന് പറയുന്നത് കാപ്പിലറി ഫ്രിഞ്ച് ആണ്. ഓക്കെ, യെസ്. സോ നമ്മൾ അത്രയും നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ടർ ബെയറിംഗ് ക്വാളിറ്റി ഓഫ് റോക്സ്.